ഇനി നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് ഏത് കാലഘട്ടത്തിലായിരുന്നു? 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? കാർഷിക മേഖലയുടെ പുരോഗതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1956 മുതൽ 61 കാലഘട്ടത്തിലായിരുന്നു. വ്യവസായ മേഖലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1961 മുതൽ 66 വരെയാണ്. എന്തായിരുന്നു ലക്ഷ്യം? ഭക്ഷ്യ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1969 മുതൽ 74 വരെയാണ്. എന്തായിരുന്നു ലക്ഷ്യം? സ്ഥിരതയോടുകൂടിയ വളർച്ച അല്ലെങ്കിൽ സ്വാശ്രയത്വം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1974 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിലാണ്. പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1980 മുതൽ 85 വരെയാണ്. പ്രധാന ലക്ഷ്യം കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1985 മുതൽ 1990 വരെ. പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1992 മുതൽ 97 വരെയാണ്. പ്രധാന ലക്ഷ്യം മാനവശേഷി വികസനം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 1997 മുതൽ 2002 വരെയാണ്. പ്രധാന ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 2002 മുതൽ 2007 വരെയാണ്. പ്രധാന ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 മുതൽ 2012 വരെയാണ്. പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വികസനം. അവസാന പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത് 2012 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിലാണ്. പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. ഓരോ പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ കാലഘട്ടവും ലക്ഷ്യവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 206.